എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് വരഞ്ഞു വെക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പൊടിയായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് എങ്ങനെയാണ് മുട്ടക്കറി ആക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനു മുന്നായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരാം ഈ അളവുകൾക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ അളവൊന്നും ഇപ്പോൾ പറയാത്തത്. ഇതിപ്പോൾ നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് അതിൽ ഉടഞ്ഞ് ചേരണം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂടി ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഈ മുട്ടയും ഈ ഗ്രേവിയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി പോലെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ നാടൻ രീതിയിൽ ഞാൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് എഗ് റോസ്റ്റ് ചെയ്യുന്ന വിധം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.